ഇറാൻ അധിനിവേശത്തിൽ ഇറാനുമേൽ ആക്രമണം നടത്തിയതിൽ ചില ഗുരുതരമായ പാകപ്പിഴകൾ തങ്ങൾക്ക് സംഭവിച്ചു എന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും തോന്നിത്തുടങ്ങുമ്പോൾ പുതിയൊരു വലിയ ചോദ്യം ഇസ്രയേൽ ഉയർത്തിയിരിക്കുന്നു. ഈ യുദ്ധത്തിന് പിന്നിൽ ഇറാനോടൊപ്പം നിഴലായി റഷ്യയും ചൈനയും ഉണ്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ കാരണം ടെല്ലവീവിൽ ബാലിസ്റ്റിക് മിസൈൽ അടിച്ചപ്പോൾ അതിൽ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചു എന്നതാണ് അവർ കണ്ടെത്തുന്ന തെളിവ്. അത് രണ്ട് തരത്തിലാകാം. ഒന്ന്, ഇറാനിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി എന്ന് പരക്കെ ചർച്ചയുണ്ട്. ഏറ്റവും മാരകവും ഗുരുതരവുമായ ബോംബിങ്ങാണ് കാർപ്പറ്റ് ബോംബിംഗ്. അത് നടത്തുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിനാണോ ക്ലസ്റ്റർ ബോംബ് ഉണ്ട് എന്ന് ഇസ്രയേൽ പറഞ്ഞത്? അതല്ല, യുദ്ധത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് 3-4 വിമാനങ്ങൾ നിറയെ എത്തിയത് ക്ലസ്റ്റർ ബോംബുകളായിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. ഏതായാലും ഉദ്ദേശിക്കുന്ന വഴിക്ക് നീങ്ങുന്നില്ല യുദ്ധം എന്നത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അമേരിക്കയെയും ഇസ്രയേലിനെയും. മിഡിൽ ഈസ്റ്റിൽ കൂട്ടത്തിൽ പലയിടങ്ങളിലും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും അതത് രാജ്യങ്ങളിലെ ജനതയുടെ നിലപാടുകൾ ഭയന്ന് വളരെ കരുതലോടെയാണ് മിഡിൽ ഈസ്റ്റുകാർ ഇതിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു ശ്രദ്ധേയമായ ആരോപണമായി വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനിൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ കാംനെയി എന്ന വൃദ്ധനായ ആ രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു എന്ന് അവകാശപ്പെടുന്നതിനപ്പുറത്ത്, പിന്നെ കുറച്ച് പടക്കപ്പലുകൾ തകർത്തു എന്ന് അവകാശപ്പെടുന്നതിനപ്പുറത്ത്, ആകെ തകർത്ത ശ്രീലങ്കയിലേക്ക് യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാതെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ മാത്രമാണെന്ന തെളിവിരിക്കെ ബാക്കി നടന്നതെല്ലാം ശരിയായിരുന്നില്ല എന്ന ചർച്ചകളിലേക്ക് ലോകമെത്തുന്നുണ്ട്. അതിലാദ്യത്തേതാണ് 160ഓളം കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിനു മേലെ നടത്തിയ ആക്രമണം. അത് ക്രൂരവും നിന്ദ്യവുമായി എല്ലാ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന ഒരു സംഗതിയായി മാറി എന്നതൊരു കാര്യം. പിന്നീട് കണ്ടത് ഇറാൻ്റെ സമാനതകളില്ലാത്ത തിരിച്ചടിയിൽ വിവിധ US ബേസുകളിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ US ബേസുകൾക്കുണ്ടായ തകർച്ചയാണ്. പിന്നെ ടെല്ലവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ എല്ലാ ഡോമുകളെയും തകർത്ത് മുന്നേറിയ ആ ആക്രമണവും അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ അമ്പരപ്പിച്ചു. എന്ന് മാത്രമല്ല, ബങ്കറിൽ കഴിഞ്ഞിരുന്നവർക്ക് പോലും ഈ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടേണ്ടി വരുന്ന സ്ഥിതിയിലേക്കെത്തി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി. US ആദ്യം തന്നെ നിരവധിയായ പട്ടാളക്കാർ മരണപ്പെട്ട് ജീവനാശം സംഭവിച്ചെത്തിയതും ആദ്യ നിമിഷങ്ങളിലെ തിരിച്ചടിയാണെങ്കിൽ, ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് തങ്ങളുടെ മേൽ ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ്. വളരെ ടാർഗറ്റഡായി ഏതാണ്ട് 14-ലധികം വൻ കെട്ടിടങ്ങൾ ഇസ്രയേലിൽ തകർക്കപ്പെട്ടെങ്കിലും അതൊന്നും സമ്മതിക്കാത്ത ഇസ്രയേൽ ഒരെണ്ണം ടെല്ലവീവിൽ വീണുവെന്നും അത് ക്ലസ്റ്റർ ബോംബാണെന്നുമാണ് പറയുന്നത്. ക്ലസ്റ്റർ ബോംബിൻ്റെ പ്രത്യേകത 500 കിലോ മുതൽ 1000 കിലോ വരെ ഉള്ള ബോംബുകളാണ് ഒരു ക്ലസ്റ്ററിനകത്ത് പാക്ക് ചെയ്ത നിലയിൽ ബാലിസ്റ്റിക് മിസൈൽ ഘടിപ്പിച്ച് അയക്കുന്നത്. ഇത്തരമൊരു സാങ്കേതികവിദ്യ ഇറാനില്ല എന്നാണ് മൊസദിൻ്റെ വിലയിരുത്തൽ, IDFൻ്റെ വിലയിരുത്തൽ. കാരണം അവർ ഇറാൻ്റെ ആയുധശേഷി എപ്പോഴും വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ലസ്റ്റർ ബോംബ് പ്രയോഗിക്കാനുള്ള ശക്തി അവർക്കില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ ഈ ക്ലസ്റ്റർ ബോംബ് വന്നത് ചൈനയിൽ നിന്നാണെന്നാണ് അവരിപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഒരു സംശയം. അത് ഉയർത്താൻ കാരണം ഈ യുദ്ധത്തിന് 2-3 നാളുകൾക്ക് മുൻപേ ചൈനയിൽ നിന്ന് നിരവധി വിമാനങ്ങളിൽ ഒരുപാട് അമ്മ്യൂഷൻസ് അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ആർക്കും തടയാനാകാത്തതുമാണ്. കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഉക്രൈന് വേണ്ട ആയുധങ്ങളെല്ലാം അമേരിക്കയും ഇസ്രയേലും അടക്കം നൽകുന്നുണ്ട് എന്നുള്ളത് രഹസ്യമായ ഒരു പരസ്യമാണ്. പക്ഷേ പരസ്യമായി ചൈന പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അവരൊപ്പമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ ഉയർത്തിയിരിക്കുന്ന ഒരു വാദം. ഏതായാലും ആ വാദത്തിന് പിന്നിലുള്ളത് അടികൊള്ളുന്നു എന്നുള്ളതും നന്നായി വേദനിക്കുന്നു എന്നുള്ളതും ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുന്നില്ല എന്നുള്ളതുമാണ് എന്നാണ് പറയപ്പെടുന്നത്.